ഇന്ത്യയിൽ എല്ലാ കാലത്തും മാധ്യമങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് അനുകൂലമായുള്ള ഒരു വാർത്ത സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ പരിപാടി. അത് നാം ഇപ്പോൾ കാശ്മീർ പ്രശ്നത്തിന് പിന്നാലെയും കണ്ടിട്ടുണ്ട്. കാരണം അത് പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്നത് സൈനികരുമായി ബന്ധപ്പെട്ട് ഇത്തരം വ്യാജ വാർത്തകൾ നിർമ്മിക്കാനും ഈ മാധ്യമങ്ങളുടെ ശ്രമം നടക്കുകയാണല്ലോ. തീർച്ചയായിട്ടും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മുടെ മാധ്യമങ്ങൾ ഒരു അഞ്ചാം പത്തി പോലെ പ്രവർത്തിക്കുന്നവരാണ്. അത് ഏത് കാലത്തും ഇന്ത്യയെ താറടിച്ച് കാണിക്കാൻ അവർക്ക് വലിയ ഉത്സാഹമാണ്. ഒരു കൂട്ടം മാധ്യമങ്ങൾ അതിനുവേണ്ടി രാവകൽ അധ്വാനിക്കുന്നുണ്ട്. ഓവർ ടൈം പണിയാണ് അവർ എടുക്കുന്നത്. അത് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ദ വയർ എന്ന് പറഞ്ഞൊരു മാഗസീനും വെബ്സൈറ്റും ഒക്കെ ഉള്ളൊരു സാധനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഒരു മാധ്യമ സ്ഥാപനം. ഈ വയർ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടു. അതായത് നമ്മുടെ വ്യോമസേനയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട എയർ സ്റ്റാഫ് വൈസ് ചീഫ് ആയ എയർ മാർഷൽ, അദ്ദേഹത്തിൻ്റെ പേര് സുജീത് പുഷ്കാർ ദർക്കാർ എന്നാണ്. അദ്ദേഹം ഒരു വിയോജനക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു വിസമ്മതം പാകിസ്ഥാനെ ആക്രമിക്കുന്നതിൽ അദ്ദേഹം അറിയിച്ചു എന്ന് പറഞ്ഞാണ് ഇവർ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം ഈ 2025 ഏപ്രിൽ 30 ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം വിരമിച്ചു. സ്തുത്യർഹമായ 40 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം വ്യോമസേനയിൽ നിന്ന് വിരമിച്ചു. ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത വളരെ മാന്യനായ ഉദ്യോഗസ്ഥൻ, മികച്ച സേവനം നടത്തി നിരവധി മെഡലുകൾ, വിശിഷ്ട സേവാ മെഡലുകൾ അടക്കം സ്വന്തമാക്കിയ ഒരു മഹാനായ ഉദ്യോഗസ്ഥൻ നമ്മുടെ രാജ്യത്തെ സേവിച്ച് തൻ്റെ ഏറ്റവും മികച്ച സേവനം നടത്തി സേനയിൽ നിന്ന് യഥാകാലം വിരമിച്ചു. അദ്ദേഹം യുദ്ധത്തിന് വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ് ഈ വയർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും ഏപ്രിൽ 30 വിരമിച്ച ഒരാളെക്കുറിച്ച്. ഇത് പൊളിഞ്ഞുപോയി. പക്ഷേ കാരണം വളരെ കൃത്യമായിട്ട് അദ്ദേഹവും വ്യോമസേനയും അതിനെതിരെ നിലപാടെടുത്തു. അതിൻ്റെ തുടർ നടപടികളിലേക്ക് അവർ പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്തുകൊണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ എടുക്കേണ്ട പണി കൂടി പാകിസ്ഥാൻ ഗവൺമെൻറ്റും പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ മാധ്യമങ്ങളും ഒക്കെ ചെയ്യേണ്ടുന്ന ജോലിയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊന്ന് ആലോചിക്കൂ, ഈ നദീജല കരാർ മരവിപ്പിച്ചു അല്ലേ? അയ്യോ, പാകിസ്ഥാനിലെ നിരപരാധികളെ പിന്നെ എന്താ പറയുക, വെള്ളം കൂടി മുട്ടിച്ചു അല്ലേ? അതുപോലെ നമ്മൾ പാകിസ്ഥാനെ അങ്ങോട്ട് ആക്രമിച്ചാൽ അവർ ആണവശക്തിയാണ്, അത് ഓർക്കണം. എന്തൊക്കെ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും പാകിസ്ഥാൻ്റെ സൈനിക ശക്തിയെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? നോക്കൂ, അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ വിളിച്ചു കൂവി. പാകിസ്ഥാൻ, അത് കഴിഞ്ഞൊരു ചർച്ചയിൽ മേജർ രവി TV ചാനൽ ചർച്ചയിൽ അത് പൊളിച്ച് കൈ കൊടുത്തു. നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരാൾ വന്നിരുന്ന് ഒരു മാധ്യമ പ്രവർത്തകനുമായിട്ട് ചേർന്ന് പറയുകയാണ്, പാകിസ്ഥാൻ സൈന്യം വലിയ തോതിൽ LOK ലൈൻ ഓഫ് കൺട്രോൾ LOCയിൽ തമ്പടിക്കുന്നു, അവർ ആയുധങ്ങൾ അവിടെ എത്തിക്കുന്നു, വലിയ ടാങ്കുകൾ എത്തിക്കുന്നു, മിസൈലുകൾ എത്തിക്കുന്നു, ഇതെല്ലാം നമ്മൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, പക്ഷേ ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ മേജർ രവി തിരിച്ചു പറഞ്ഞു, സാർ, അതാണ് നമ്മുടെ വിജയവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പാകിസ്ഥാൻ എന്ത് ചെയ്താലും അത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് അറിയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളത് അറിയാൻ പാടില്ല എന്ന് സൈന്യത്തിന് നിർബന്ധമുണ്ട്. ഇവിടെ ഈ രാജ്യത്തെ ഗവൺമെൻറ്റിന് നിർബന്ധമുണ്ട്. കാരണം നമ്മുടെ നീക്കങ്ങളെല്ലാം വളരെ രഹസ്യമാണ്, അത് ചോരുന്നില്ല. നിങ്ങളാണല്ലോ സൈന്യത്തിൽ നിന്ന് രഹസ്യം ചോരുന്നു എന്നൊക്കെ വാർത്തയടിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ട് സൈന്യത്തിൻ്റെ ഒരു ചെറിയ ചലനം പോലും നിങ്ങൾക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ കിട്ടുന്നില്ലല്ലോ. അതാണ് സൈന്യത്തിൻ്റെ വിജയം. സൈന്യം അത്ര സുശക്തമാണ് ഇന്ത്യൻ സൈന്യം. നിങ്ങൾക്കെന്നല്ല ഒരു ശക്തിക്കും, അമേരിക്കയുടെ ചാരക്കണ്ണുകൾക്ക് പോലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ നീക്കം അറിയാൻ സാധിക്കുന്നില്ല. പിന്നെയാണോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ? നിങ്ങൾക്ക് അതിനുള്ള എന്തു പരിശീലനം ലഭിച്ചിട്ടുണ്ട്? അവിടുന്ന് ഇവിടുന്നൊക്കെ ചുരണ്ടി വല്ല വാർത്തയും ചുരണ്ടി അടിക്കുന്നത് പോലെയല്ല സൈന്യത്തിനെക്കുറിച്ച് പറയുന്നത്, സൈന്യത്തെക്കുറിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല മറുപടി അവർക്ക് കൊടുത്തു. എന്തായാലും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാധ്യമങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത്? ഇവർക്കെല്ലാം വളരെ കൃത്യമായിട്ട് ദുബായ് പോലെയുള്ള സ്ഥലത്ത് വർഷത്തിൽ ഇത്ര തവണ സന്ദർശനം, അതുപോലെ അവിടുത്തെ വലിയ വലിയ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക, അവിടുന്ന് വില കൂടിയ സമ്മാനങ്ങൾ അവർക്ക് ലഭിക്കുക, ഇതൊന്നും ഇവിടെ ആരും അറിയുന്നില്ലെന്നാണോ വിചാരം?
നമ്മുടെ മലയാളത്തിൽ ഉൾപ്പെടെ എത്ര മാധ്യമപ്രവർത്തകരാണ് പോയി അവാർഡുകൾ വാങ്ങിയിരിക്കുന്നത്? ഈ അവാർഡെന്ന് പറഞ്ഞാൽ വലിയ തുകകളൊക്കെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കൂലിയെഴുത്ത് നടത്തുന്നതിനാണ്. നമ്മുടെ സ്വന്തം രാജ്യത്തെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അവമതിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക. എന്നിട്ട് ഈ പട്ടിണിയും പരിവട്ടവുമായിട്ട് വെള്ളവും വെളിച്ചവും ഇല്ലാതെ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന ഒരു രാഷ്ട്രത്തെക്കുറിച്ച് അവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ മുകളിലാണ്. എന്താണ് ഒരു സാമാന്യ ബുദ്ധി പോലും ചെലുത്താനുള്ള ശേഷി നമ്മുടെ രാജ്യത്തെ മാധ്യമപ്രവർത്തകരിൽ പലർക്കും ഇല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ നല്ല മാധ്യമപ്രവർത്തകരുമുണ്ട്. നന്നായിട്ട് സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കുന്ന രാഷ്ട്രഭക്തരായ, ദേശഭക്തിയുള്ള, ദേശസ്നേഹികളായ നല്ല മാധ്യമപ്രവർത്തകരുമുണ്ട്. അവരെ നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷെ അവർക്ക് കൂടെ കടുത്ത അപമാനമാണ് ഇത്തരക്കാർ. ഈ വയർ പോലെയുള്ള ഈ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ ആരുടെ പണം കൊണ്ടാണ്? എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര സർക്കാർ ഒരു മാധ്യമ സ്വാതന്ത്ര്യവും ഇവർക്ക് അനുവദിക്കരുത്. ഇതിനെല്ലാം പൂട്ടണം. കൃത്യമായി തെളിവുകളുണ്ട്. ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുതിർന്ന വിരമിച്ച വ്യോമസേനാ ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് ഈ വാർത്ത അടിച്ചിരിക്കുന്നത്. എത്ര നിരുത്തരവാദപരമായ ഒരു പ്രവൃത്തിയാണത്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഇത്രയും 40 കൊല്ലം രാജ്യത്തെ സേവിച്ച അദ്ദേഹം എത്ര തവണ അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടിരിക്കും? ഇതിനിടയ്ക്ക് എത്ര യുദ്ധങ്ങൾ നടന്നു നമുക്കറിയാമല്ലോ, അല്ലേ? കാർഗിൽ യുദ്ധം നടന്നു. അതുപോലെ പല സമയത്തും നമ്മുടെ സേന പല വെല്ലുവിളികളും നേരിട്ടവരാണ്. നമുക്കറിയാം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ വലിയ തോതിൽ തീവ്രവാദ ആക്രമണങ്ങൾ നേരിട്ടവരാണ്. അപ്പോൾ നമ്മുടെ സേന മോശമൊന്നുമല്ല അത്ര. അത് മോശമാണെന്ന് തോന്നുന്നത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ സേന മികച്ച സേനയാണ്. സൂചിപ്പിച്ചതുപോലെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ കരയുന്നത് കണ്ടു. കാരണം പ്രധാനമായി ജലവുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ കാർഷിക ആവശ്യങ്ങൾ, അവരുടെ വെള്ളം കൂടി മുട്ടിക്കരുത്, അവരെ ഇരുട്ടിലാക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് ഈ ദീനരോധനം. എൻ്റെ ചോദ്യം, ഈ കൊല്ലപ്പെട്ട 26 പേർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലായിരുന്നോ ഈ നാട്ടിൽ? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ കൊല്ലപ്പെട്ടത്? അതോടൊപ്പം തന്നെ BBC ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട്. അത് ഈ പാക് പോരാളികൾ എന്നാണ്, അല്ല ആയുധധാരികൾ, പാക് പോരാളികൾ എന്നൊക്കെയാണ്, കാശ്മീർ വിമോചന സമര പോരാളികൾ എന്നൊക്കെയാണ് BBC അവരെ വിശേഷിപ്പിക്കുന്നത്. BBCയുടെ താല്പര്യം നമുക്ക് മനസ്സിലാക്കുക. ഒരു വിദേശ മാധ്യമമാണ്, അത് ബ്രിട്ടനിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അത് കൃത്യമായിട്ട് ജിഹാദികളാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നമ്മൾ മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. അൽ ജസീറയിൽ നിന്ന് നമുക്ക് അനുകൂലമായ വാർത്ത ഉണ്ടാകണം എന്ന് നമ്മൾ കരുതുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇന്ത്യൻ മണ്ണിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ സർക്കാരിൻ്റെയും ഇന്ത്യയിലെ ജനങ്ങളുടെയും നികുതി പണത്തിൻ്റെ ഓഹരി വാങ്ങി അതിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ. നമുക്കറിയാമല്ലോ, മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം എന്തുമാത്രം പരസ്യം സർക്കാരിൽ നിന്നുൾപ്പെടെ കിട്ടുന്നു. ഇത് ആരുടെ പണമാണ്? ഈ രാജ്യത്തെ പൗരന്മാരുടെ, ജനങ്ങളുടെ പണമാണ്, അല്ലേ? അത് വാങ്ങി തിന്നുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിനെതിരെ, ചവിട്ടി നിൽക്കുന്ന മണ്ണിനെതിരെ ഇത്രയും വൃത്തികെട്ട ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ, ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനേക്കാൾ മാന്യതയുണ്ട് മറ്റു പല തൊഴിലുകൾക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക, വ്യാജ നരേറ്റീവുകൾ സൃഷ്ടിക്കുക, അത് പ്രചരിപ്പിക്കുക, അല്ലേ? എന്നിട്ട് നമ്മളെ സ്വയം, അതായത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ഒരു സംഘർഷമുണ്ടായാൽ ഈ പുറത്തുള്ള പാകിസ്ഥാനെ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, അകത്തുള്ള ഇത്തരം ശത്രുക്കളെയാണ്. ഇവർ ഈ രാജ്യത്ത് എന്തൊക്കെ നാശങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്ര ഭീകരമായ ദേശവിരുദ്ധരും രാജ്യദ്രോഹികളുമാണ് ഈ കൂട്ടർ. അവർക്ക് പണവും അവർക്ക് സുഖസൗകര്യങ്ങളും ഒക്കെ ലഭിക്കാനായിട്ട് അവർ എന്ത് വൃത്തികേടും ചെയ്യും. അവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന, തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ചു അടുത്ത ടേമിലേക്ക് കടന്നിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കി വിടണം. കാരണം എങ്ങനെയെങ്കിലും ആ സർക്കാരിനെ താഴെ ഇറക്കണം. കാരണം അവിടെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ, അവരാഗ്രഹിക്കുന്നത് പോലെ വിദേശയാത്രകൾ നടത്തണമെങ്കിൽ അവിടെ കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധിയോ ഒക്കെ അധികാരത്തിൽ വരണം. അപ്പോഴേ അവർക്കതൊക്കെ സാധിക്കുകയുള്ളൂ. നരേന്ദ്രമോദിയെ പോലെ ഒരാൾ, അല്ലെങ്കിൽ ഒരു RSSൻ്റെയും BJPയുടെയും ഇതിലൂടെ വളർന്നു വന്ന ഒരാൾ അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് എങ്ങനെയും അവരെ താഴെ ഇറക്കണം. അതിനുവേണ്ടി എന്ത് ദേശദ്രോഹവും ചെയ്യും എന്നുള്ളൊരവസ്ഥയിലേക്ക് ചില മാധ്യമങ്ങൾ ചെന്നുപെട്ടിരിക്കുകയാണ്. എന്തായാലും വളരെ സങ്കടമുണ്ടാക്കുന്നൊരു കാര്യമാണ് ഈ
ചോറിങ്ങും കൂറങ്ങും എന്നതുപോലെ വളരെ നിരുത്തരവാദപരമായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ഈ വ്യാജ വാർത്തകൾ ചമച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചില മാധ്യമങ്ങളെങ്കിലും ഈ ആധുനിക കാലത്തും ശ്രമിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് വലിയ ദുഃഖമാണ് നമുക്കുണ്ടാകുന്നത്.